F1 മൂവി കണ്ടു. നല്ല കിടിലൻ പടം. അതിൽ ബ്രാഡ് പിറ്റിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വേണമല്ലോ ഈ പടത്തിന് കയറാം. എന്തൊരു ലുക്കാണ് മനുഷ്യൻ. ഈ ഒരു പ്രായത്തിലും ഒരു രക്ഷയില്ല. ആ ബോഡിയും ആ ഒരു ലുക്കും മാരകം. ഈ പടത്തിൻ്റെ ഡയറക്ടർ ജോസഫ് കൊനിസ്കി ഇല്ലേ? കൊനിസ്കി അല്ലല്ലോ, എന്തായിരുന്നു പേര്? ജോസഫ് കൊസിൻസ്കി. പുള്ളീൻ്റെ ഇതിന് മുമ്പത്തെ പടമില്ലേ, നമ്മുടെ ടോം ക്രൂയിസിൻ്റെ ടോപ്പ് ഗൺ മാവറിക്ക്, ആ ഒരു പടം എനിക്ക് ഐമാക്സിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അത് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ ഐമാക്സ് വീഡിയോസ് തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത സാധനം കണ്ടപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാണണമെന്ന്. പക്ഷെ അത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു ഇതെന്തായാലും ഐമാക്സിൽ തന്നെ പോയി കാണണമെന്ന്. എന്തായാലും ഞാൻ അത് സാധിച്ചു. കൊച്ചിയിൽ ഐമാക്സിൽ നിന്നാണ് ഞാൻ പടം കണ്ടത്. ഐമാക്സിൽ നിന്ന് കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ ഒരു പടം തുടങ്ങി കാറിൻ്റെ ഉള്ളിലോട്ട് കയറി ഇരുന്നിട്ട് വണ്ടി അങ്ങ് ഷാർട്ടായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നതല്ല, പിന്നെ നമ്മളിങ്ങനെ സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ഇങ്ങനെ ചവിട്ടി ആ ഒരു അഡ്രിനാലിൻ രക്ഷയൊക്കെ ഇല്ലേ, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലിരുന്ന് പോവാണ്. അതേപോലെയാണ് ഈ പടം. എനിക്ക് ഈ ഫോർമുല 1 റേസിങ്ങിലെ റൂൾസ് ആണെങ്കിലും അതിലെ പോപ്പുലറായിട്ടുള്ള ആൾക്കാരാണേലും അധികം ഒരു അറിവില്ല ആരൊക്കെയാണെന്ന്. ജസ്റ്റ് അതിനകത്ത് കുറേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതായത് ടൈറ്റിൽസ് കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, ഇപ്പം മൈക്കിൾ ഷുമാക്കർ, ലൂയിസ് ഹാമിൽട്ടൺ, അങ്ങനെ നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ കുറച്ച് പേരെയാണ് എനിക്കറിയത്തുള്ളൂ. എന്നിട്ടും ഈ ഒരു പടം കാണാൻ തുടങ്ങിയിട്ട് ഇവർ ഓരോ ലാപ്പ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പൊസിഷൻ ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പോഴും എനിക്കിങ്ങനെ അത് കണക്റ്റായി ശരിക്കും. അത് ഇമോഷണലി ആണോന്ന് അറിയില്ല, അത് അതിൽ കണ്ടിരുന്നു ഞാൻ സംഭവം. എന്താ, ഓരോ പൊസിഷൻ കയറുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അത് ഫസ്റ്റ് എത്തണം, അല്ലെങ്കിൽ ഓരോ പൊസിഷൻ കയറണം, ടീം വിൻ ചെയ്യണം, അങ്ങനെയുള്ളൊരു സംഭവം അങ്ങനെ ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഈ പടത്തിൽ നിന്ന്. എൻ്റെ അടുത്തിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചില ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ കൈ കിട്ടുന്നുണ്ടായിരുന്നു. അത് ഫോർമുല 1 ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴായിരുന്നു അവർ കൈ കിട്ടുന്നത്. അത് ആരാന്നൊന്നും ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അപ്പം വേറെ മറ്റു പടങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ റിയൽ ക്യാരക്ടേഴ്സിനെ അധികം അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇതിനകത്ത് അങ്ങനെ കുറേ പേരെ കാണിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് നല്ലൊരു റോള് എന്ന് പറയാനില്ല, അങ്ങനെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. ഈ പടത്തിൻ്റെ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ റേസിംഗ് ആണ്. ഈ പടത്തിലെ മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വണ്ടി ഓടിക്കുന്നതാണ് അയാളുടെ ലൈഫ്. അതിപ്പം പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല. ഇയാൾക്ക് വലിയ മക്ലാരൻ്റെയോ ഫെരാരീൻ്റെ വണ്ടിയോ അതൊന്നും വേണമെന്നില്ല. ജസ്റ്റ് വണ്ടി കിട്ടുക, അതിനകത്ത് കയറിയിരിക്കുക, സ്റ്റിയറിങ് പിടിക്കുക, ആക്സിലേറ്റർ ഓടുക. അതാണ് അയാളുടെ എന്താ പറയുക, ഡ്രീമോ അല്ലെങ്കിൽ അയാളുടെ ലൈഫ് അതാണ്. അങ്ങനെ ഒരാളാണ് ഇതിനകത്ത് നടൻ. അപ്പോൾ അയാൾ ഫോർമുല 1 പോയിട്ട് ആ റേസ് വിന്ന് ചെയ്യുന്നതാണ് പടം. ഇതിനകത്ത് ഈ റേസിംഗ് ഒക്കെ എടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഇനി VFX ആണോ അതോ ക്യാമറ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ടാണെങ്കിൽ അത്ര സ്പീഡിൽ പോണ വണ്ടീൻ്റെ എവിടെയായിരിക്കും ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു. അത് സൈഡിൽ നിന്നുള്ള ഷോട്ടും ഈ വണ്ടീൻ്റെ ടോപ്പിൽ നിന്നുള്ള ഷോട്ടും പിന്നെ ഉള്ളിൽ നിന്ന് എന്തായാലും ക്യാമറ നടക്കുമായിരിക്കും, എന്നാലും ആ ഷോട്ടൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് സ്ക്രീനിൽ കാണുന്നത്. എന്നിട്ട് ഈ വണ്ടീൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ BGM സൗണ്ട് ട്രാക്കൊക്കെ ഉണ്ട് കുറച്ച്, അതൊക്കെ പൊളി. നമ്മളെങ്ങനെ ചെറിയ ഓരോ ലെവലുകളില്ലേ, അതിങ്ങനെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ കയറി വരുന്നത്. മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയാലോ, നമ്മുടെ ഇൻട്രസ്റ്റെല്ലാറും ഡൂണൊക്കെ ചെയ്ത ഹാൻസ് സിമ്മർ. പുള്ളീൻ്റെ മ്യൂസിക് പറയണ്ട, വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇതിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തായാലും പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഐമാക്സിൽ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ചെറിയ സ്ക്രീനിൽ OTTയിലൊക്കെ വരുമ്പം എന്താ അവസ്ഥ എന്നും അറിയാൻ പറ്റില്ല. പക്ഷെ തിയേറ്ററിൽ നിന്ന് അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു.